എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നീ കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയും നിൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആലയത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോഴും അതിന് സാധിക്കാത്ത രീതിയിൽ മഹാമാരി ഞങ്ങളെ ചുറ്റി നിൽക്കുന്നു. എന്നാൽ തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടവക സമൂഹമായി ഞങ്ങൾക്ക് ചെയ്തതായ നന്മകളെ ഓർത്തുകൊണ്ട് ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന നന്മകളെ ഞങ്ങൾക്ക് എങ്ങനെ വിസ്മരിക്കുവാനായിട്ട് സാധിക്കും? എളിയവരായ ഞങ്ങളെ, ഞങ്ങളുടെ താലന്തുകളെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുകയും അത് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്ദി കൊണ്ട് നിറഞ്ഞു കവിയുവാൻ തക്കവണ്ണം, വിശ്വസ്തനായ അങ്ങയിൽ ശരണം വയ്ക്കുവാൻ തക്കവണ്ണം ഇടവകയായി, കുടുംബമായി, വ്യക്തികളായി ഞങ്ങളെ സഹായിക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പരിശുദ്ധാമ്മയുടെയും ഓർത്തോമാശ്ലീഹായുടെയും കാവലും മധ്യസ്ഥതയും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദേവാലയം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇടവക സമൂഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഒരേ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുമ്പോൾ, ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ, ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായി തീരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ അടുപ്പവും സ്നേഹവും കരുതലും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഇടവക ദിനം, അതിൻ്റെ ആചരണം അർത്ഥവത്തായി തീരുന്നത് എന്ന് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, ദൈവാലയത്തെക്കുറിച്ച് നമുക്ക് പല സങ്കല്പങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പാരമ്പര്യത്തിൻ്റെ അടയാളമാകാം ദേവാലയം, നമ്മുടെ പ്രൗഢിയുടെ അടയാളമാകാം ദേവാലയം, നമ്മളുടെ ശക്തി പരീക്ഷിക്കുവാനുള്ള സ്ഥലമാകാം ചിലർക്കെങ്കിലും ദേവാലയം. എന്നാൽ ദൈവാലയത്തെക്കുറിച്ചിട്ടുള്ള ദൈവസങ്കല്പം എന്താണെന്ന് ഈ ഇടവക ദിനത്തിൽ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യന് ദേവാലയത്തെക്കുറിച്ചുള്ള സങ്കല്പമല്ല, ദൈവത്തിന് ദേവാലയത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ദൈവത്തിന് ദേവാലയത്തെക്കുറിച്ചുള്ള സങ്കല്പം രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ 2 മക്കാബിയരുടെ പുസ്തകം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിലാണ്. ആ സ്ഥലത്ത്, പ്രത്യേകിച്ചും ഈ വാക്യങ്ങളിൽ, യെരുശലേം ദേവാലയം അശുദ്ധമാക്കപ്പെടുകയും ദേവാലയം സ്ഥിതി ചെയ്യപ്പെടുന്ന നഗരം കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വചനം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വീണ്ടും ആവർത്തന പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും ഇതേ ആശയം ഒന്നുകൂടെ വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ,
ദൈവാലയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സങ്കല്പം, ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യം, ദൈവാലയം എന്ന് പറയുന്നത് അത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ്. അപ്പൊ ഈ ഇടവക ദിനം ആചരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ദൈവം ഈ ദേശത്തെ ജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്താണ് ഈ ദൈവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഈ ഒരു ബോധ്യം ദൈവാലയവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, ദൈവാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. ദേവാലയത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കേണ്ടുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇതാ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം, ആ സ്ഥലത്തേക്കാണ് ഞാൻ വരുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ആ ദേവാലയത്തിൻ്റെ അടുത്ത ഒരു വലിയ പ്രത്യേകത 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 7-ാം അധ്യായം 15-16 വാക്യങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ജ്ഞാനിയായ ശലോമോൻ ജെറുസലേം ദേവാലയം പണിതതിനു ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനോടനുബന്ധിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ ഹൃദയവും ദൃഷ്ടിയും സദാ ഉണ്ടായിരിക്കുകയും പ്രാർത്ഥന കഴിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനും അവന്റെ പ്രാർത്ഥന കേൾക്കുവാനും തക്കവണ്ണം ദൈവം തന്റെ ഇന്ദ്രിയങ്ങളെ തുറന്നു വച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് വേണം നാം ദേവാലയത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹൃദയപൂർവമായ ഒരു കടാക്ഷമുള്ള ഒരു സ്ഥലമാണ് ദേവാലയം എന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാം പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ദേവാലയത്തിൽ വന്ന് കഴിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതായിട്ട്. നമ്മൾ ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ആ വന്യയായ സ്ത്രീ, അവൾ ഓരോ പ്രാവശ്യവും ദേവാലയത്തിലേക്ക് കടന്നു കൊണ്ടിരുന്നപ്പോൾ അവൾ ദേവാലയത്തിൽ പോയി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ തരണമേ എന്ന്. പ്രിയമുള്ളവരെ, അനേക നാളുകൾ ആ സ്ത്രീ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുകയാണ്. ശമൂവേൽ പ്രവാചകനെ ദൈവം അവൾക്ക് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാമും മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നാമും മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ കടാക്ഷമുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ദേവാലയം എന്ന് മനസ്സിലാക്കുവാൻ നമുക്കിടയായി തീരണം. എൻ്റെ ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് എൻ്റെ ദേവാലയം എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ആ ചിന്തയുണ്ടാകണം. നമ്മുടെ ആരുടെയും സാമർഥ്യം കൊണ്ടോ കഴിവുകൾ കൊണ്ടോ നമ്മളുടെ പിടിപാടുകൾ കൊണ്ടോ ഉണ്ടായതല്ല ഈ ദേവാലയം. ഈ ദേവാലയം ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി, ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നീ ഈ സ്ഥലത്തെ തിരഞ്ഞെടുത്തതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന്.
അപ്രകാരം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പറയുവാൻ തക്കവണ്ണം, വിദൂരത്തിലായിരുന്നു കൊണ്ട് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഈ സന്ധിയിൽ നമുക്ക് ഇടയായിട്ട് തീരണം. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത ഇനിയുമുള്ളതായ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ദേവാലയത്തിലേക്കുള്ളതായ കടന്നുവരവിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്, ഹൃദയപൂർവമായിട്ട് അവൻ കടാക്ഷിക്കുന്നൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന ഒരു ചിന്തയോടുകൂടി ദേവാലയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം നമുക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നിട്ട് 157 വർഷങ്ങൾ പിന്നിടുന്നു. ഈ 157 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്നും നീറുന്ന ഒരു വേദനയുണ്ട്. നമ്മുടെ മാതൃദേവാലയം നമുക്ക് നഷ്ടമായതിനെക്കുറിച്ചുള്ള ഒരു വലിയ വേദന. ഒരുപക്ഷെ അതിൻ്റെ അഭിമാന ക്ഷതവുമായി ജീവിക്കുന്ന അനേകർ ഇന്നും ഈ ഇടവകയിൽ കണ്ടേക്കാം. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ദൈവീക പദ്ധതി കൂടി തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ സമയം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്ത കൂടെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മാനുഷികമായ ബലഹീനതകളിൽ നിന്ന്, മനുഷ്യബുദ്ധിയുടെ പരിമിതികളിൽ നിന്നുള്ളതായ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിൽ ശരണമാക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. ആ അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ ഭൗതികമായ നന്മകളുടെ അടിസ്ഥാനത്തിലാണ് കണക്കിടുന്നത്. അതായത് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരു വിധമായ പ്രതിസന്ധികളും, യാതൊരു വിധമായ പ്രശ്നങ്ങളും, യാതൊരു വിധമായ നഷ്ടങ്ങളും, യാതൊരു വിധമായ പരിഹാസങ്ങളും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളൊരു മിഥ്യാധാരണയോടുകൂടി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആധ്യാത്മികത തന്നെ ഇത്തരത്തിലുള്ളതായ ചില അനുഗ്രഹങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായോ അവന്റെ ശിഷ്യന്മാരോ നമ്മുടെ പൂർവ്വപിതാക്കളോ ഇത്തരത്തിലുള്ള ആത്മീയതയെക്കുറിച്ച് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതിനു പകരം അവർ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആധ്യാത്മികത, കർത്താവ് കാണിച്ചു തന്ന ഒരു ആധ്യാത്മികത എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളുടെ നടുവിലും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള സാന്നിധ്യത്തെ, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ ദൈവത്തിൽ ശരണമാക്കി ജീവിക്കുന്ന ചില മനുഷ്യരെ കുറിച്ചുള്ളതായ രേഖപ്പെടുത്തലുകളും അവരുടെ ആധ്യാത്മിക ജീവിതവുമാണ് നമുക്ക് വേദപുസ്തകവും പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രവും മനസ്സിലാക്കി തരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തോടൊപ്പം നടന്നിട്ടുള്ള മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പൊ പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രിയജനമേ നമുക്ക് സാധിക്കണം. ഇതാ, ഊരിന്റെ ദേശത്ത് നിന്ന് ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ അബ്രഹാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, എവിടേക്ക് പോകണമെന്നോ പോയാൽ എന്ത് സംഭവിക്കുമെന്നോ വലിയ ധാരണകളൊന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ നേർക്ക് സഹോദരൻ പോലും തിരിയുന്നുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് അധ്വാനിച്ച് സമ്പാദിച്ചതൊക്കെയും വീതം വെക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ദൈവത്തെ ശരണമാക്കി അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭാഗം വെച്ച് പിരിയുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം
അബ്രഹാമിന്റെ വാക്കു കേട്ടിട്ട് ലോത്ത് ഫലഭൂയിഷ്ടമായിട്ടുള്ളതായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും ഏറ്റവും നല്ലത് ലഭ്യമാകണമെന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടി മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് അവൻ ഏറ്റവും നല്ലത് അവന്റെ ബുദ്ധിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവൻ അവിടേക്ക് പോകുന്നു. ദൈവത്തിനുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, അബ്രഹാം പോയത് മരുഭൂമിയുടെ അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ അവന് ലഭിച്ചത് മരുഭൂമിയാണ്. ആ ഭാഗപ്പക്കലിൽ തീർച്ചയായിട്ടും നഷ്ടം സംഭവിച്ചത് അബ്രഹാമിനാണ്. ഫലഭൂയിഷ്ടമായതൊന്നുമില്ല, മെച്ചപ്പെട്ടതൊന്നുമില്ല, ലഭിച്ചതൊക്കെ മോശമായിട്ടുള്ളതെന്ന് മാനുഷിക ബുദ്ധിയിൽ തോന്നിയേക്കാം. മരുഭൂമി, ഒന്നും കായ്ക്കാത്ത, ഒരു ജീവനും സാധ്യമാകാത്ത ഒരു സ്ഥലമാണ് അബ്രഹാമിന് അവകാശമായിട്ട് ലഭിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പറയുന്ന പ്രതിസന്ധിയുടേതായ സാധ്യതകളില്ലാത്തതായ ഒരു മാർഗം തിരഞ്ഞെടുത്ത അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ മരുഭൂമിയെ ദൈവം മലർവാടിയാക്കി മാറ്റി. അതാ ദൈവത്തോടൊപ്പം നടന്നൊരു മനുഷ്യൻ അവന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രയാണത്തിൽ, മരുഭൂമിയിലെ ജീവിതത്തിൽ സാധ്യതകളില്ലാത്ത ഒരിടത്തിൽ അവൻ ഏകനായിരുന്നില്ല. അവന്റെ അധ്വാനങ്ങളിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്തതായ മരുപ്രദേശം മലർവാടിയാകത്തക്ക രീതിയിൽ, ആടുമാടുകൾക്ക് മേയുവാൻ തക്കവണ്ണം സസ്യലതാദികളുള്ള ഒരിടമായിട്ട് ദൈവം മാറ്റി. ഇതാണ് അബ്രഹാമിന്റെ ജീവിതം. ഇതാ വീണ്ടും നമ്മൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണത്തെക്കുറിച്ച്, മിസ്രയീമിലായിരിക്കുമ്പോൾ അവർ അടിമത്തത്തിലാണെന്ന് പറഞ്ഞാൽ കൂടിയും അവർക്ക് ചില ഉറപ്പുകൾ അവിടെയുണ്ട്. ചില ഉറപ്പുകൾ എന്ന് പറയുമ്പോൾ, അടിമകളാണെങ്കിൽ കൂടിയും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം ലഭിക്കുമെന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. ചില സുരക്ഷിതത്വങ്ങൾ അവർക്കുണ്ട്. അവിടെയാണ് ഈ ചെറിയ സുരക്ഷിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലായിരിക്കുന്ന ഒരു ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മോശയെ ദൈവം പറഞ്ഞയക്കുന്നത്. മോശയെ വിടുവിച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ അവർ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരും കടന്നു പോകുന്നത് മരുഭൂമിയിൽ കൂടിയാണ്. ആ മരുഭൂമിയുടെ തീഷ്ണമായ തീവ്രമായ അനുഭവങ്ങളിൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത്? ഇത്രയേറെ പ്രതിസന്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത്? അടിമകളായിരുന്നെങ്കിലും അവിടെ ഞങ്ങൾക്ക് ചില സുരക്ഷിതത്വങ്ങൾ ഉണ്ടായിരുന്നു. യാതൊരു സുരക്ഷിതത്വങ്ങളും യാതൊരു ഉറപ്പുകളും ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി യാത്ര ചെയ്യുവാനാണോ നീ ഞങ്ങളെ വിമോചിപ്പിച്ചു കൊണ്ടുവന്നത് എന്ന് മോശയ്ക്കെതിരെ ജനം പിറുപിറുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, യാതൊരു സാധ്യതകളും ഇല്ലാത്ത സ്ഥലത്ത്, യാതൊരു പ്രതീക്ഷകളുമില്ലാത്ത മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ ജനം വലിയ അത്ഭുതങ്ങൾ കാണുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ജീവിതത്തിലെ അത്ഭുതങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നടത്തുന്ന ഇടപെടലുകളാണ് അത്ഭുതങ്ങളായിട്ട് നമ്മൾ കാണേണ്ടുന്നത്. ഇതാ വിശന്ന് വലഞ്ഞിരിക്കുന്നതായ ജനത്തിന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം മന്നായും കാടപക്ഷിയും ലഭിക്കുമ്പോൾ അവർ അത് അത്ഭുതമാണെന്ന് പറയുന്നു. കൊടുംവെയിലിൽ യാത്ര ചെയ്യുമ്പോൾ അല്പം തണല് ലഭിക്കുന്നത് അത്ഭുതമാണെന്ന് പറയുന്നു. കൂരിരുട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അല്പം പ്രകാശം ലഭിക്കുന്നത് അത്ഭുതമാണെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇതാ ദൈവം അവരുടെ കൂടെ അന്നേരം നടക്കുകയാണ്. കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമാണ് ഈ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നിമിഷം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരണം. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം തിരിച്ചറിയുന്ന വലിയ സത്യമെന്തോ എന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾ അവന്റെ ജനമാണ്. അത്രയും വലിയ ഒരു ഞങ്ങളുടെ, എന്റെ എന്ന് പറയുന്ന ഒരു വലിയ ബന്ധം ദൈവവുമായിട്ട് സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഒരു ജനത്തെ പര്യാപ്തമാക്കി തീർക്കുന്നത് ഈ പ്രയാണമാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ട് തീരണം. കനാൻ ദേശത്തേക്കുള്ള കടന്നുവരവല്ല, മരുഭൂമിയിലെ പ്രയാണത്തിൽ ദൈവം അവരോടൊപ്പം യാത്ര ചെയ്തതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ അത്ഭുതവും ദൈവിക കരുതലും. പ്രിയമുള്ളവരെ, ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കണം.
ഈ ആധുനിക കാലത്തും എന്താ സംഭവിക്കുന്നത്? തുർക്കിയിലെ ഏറ്റവും പുരാതനമായ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ദേവാലയം ഇന്നലെ നമുക്ക് നഷ്ടമായി, ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടമായി. അതൊരു മോസ്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഭരണാധികാരി അതിനുവേണ്ടി ഉത്തരവ് നൽകിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ പുണ്യപുരാതനമായ ഒരു ദേവാലയം ഈസ്റ്റേൺ പ്രദേശത്ത്, പ്രത്യേകിച്ചും പൗരസ്ത്യ ദേശത്ത് ക്രിസ്ത്യാനിറ്റിയുടെ അഭിമാനമായി നിലകൊണ്ടിരുന്ന ഒരു ദേവാലയം നഷ്ടമാകുമ്പോൾ നാം ചിന്തിക്കാം, പൗരാണികമായത് നഷ്ടപ്പെട്ടല്ലോ, പൂർവ്വപിതാക്കന്മാരുടെ അധ്വാന ഫലത്തിൽ നിന്നുണ്ടായത് നഷ്ടപ്പെട്ടല്ലോ, അഭിമാനിക്കാവുന്ന ഒന്ന് നഷ്ടമായല്ലോ എന്ന് നാം ചിന്തിച്ചേക്കാം. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സഹായവും നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളും എങ്ങനെ ഇറങ്ങിപ്പോന്നതെന്ന് ഓർക്കണം. നമ്മൾക്കും എങ്ങനെയാണ് നഷ്ടങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് സകലവും നഷ്ടമായിട്ടാണ് നമ്മൾ പോരുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ തുടക്കം, ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൻ്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ സകലവും നഷ്ടമാകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത്. എവിടേക്ക് പോകണമെന്നറിയാതെ അധ്വാനങ്ങളുടെ ഫലം മുഴുവനും നഷ്ടമായി നിൽക്കുന്ന അബ്രഹാമിൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ലോത്തുമായിട്ട് സ്വത്ത് പങ്കിടുമ്പോഴാണ്. ഇസ്രയേലിൻ്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത് മിസ്രയീമിൻ്റെ ചില സുരക്ഷിതത്വങ്ങൾ ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അധ്വാനത്തിൽ വ്യാപൃതരായിരുന്ന, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെതായ സുരക്ഷിതത്വങ്ങളും വള്ളവും വലയും ഉപേക്ഷിച്ചിറങ്ങുമ്പോഴാണ് അവരുടെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഇടവക ദിനത്തിൽ നമുക്കുമൊന്ന് ഓർക്കാം, എല്ലാം നഷ്ടമായിട്ടിറങ്ങുമ്പോൾ മാന്തളൽ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി ഇടവക സമൂഹത്തിൻ്റെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശൂന്യതയിലേക്ക് നാം ഇറങ്ങിത്തിരിച്ചപ്പോൾ നാം ഇന്ന് നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനൊക്കെ ഉപരിയായിട്ട് എത്രയധികം നന്മകൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു നമ്മളൊന്ന് ഓർക്കണം. ഇന്ന് നമുക്ക് അന്തസ്സായിട്ട്, അഭിമാനത്തോടെ, ചങ്കുറപ്പോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അഭിമാനപൂർവ്വം നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന രീതിയിൽ നമ്മളുടെ നഷ്ടങ്ങളെയൊക്കെ നികത്തിക്കൊണ്ട് ദൈവം ലാഭമാക്കി മാറ്റി. നഷ്ടങ്ങൾ ലാഭമായ സമയത്ത് നമുക്കൊരു ആധ്യാത്മിക ജീവിതം സാധ്യമായോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. ആരാധ്യാത്മിക ജീവിതം സാധ്യമാവുകയും ആ ആധ്യാത്മികതയെ മനസ്സിലാക്കുകയും ചെയ്തതായ ഒരു മനുഷ്യൻ, അവൻ പറയും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. തീർച്ചയായിട്ടും അബ്രഹാമിന്റെ അനുഭവം, ഇസ്രയേൽ ജനത്തിന്റെ അനുഭവം, പൂർവ്വപിതാക്കന്മാരുടെ അനുഭവം, ശിഷ്യന്മാരുടെ അനുഭവം, മാന്തളർ എന്ന് പറയുന്ന ഈ ചെറിയ ദേശത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു എന്നതിനെ ഓർത്ത് നമ്മൾ ഈ ദിവസം ദൈവത്തിന് നന്ദി പറയണം. ഈ ദിവസങ്ങളിലൊക്കെ നാം വായിച്ചു കേൾക്കുന്ന ഏവൻഗേലിയോൻ ഭാഗത്തുണ്ടല്ലോ, വിശന്നിരിക്കുന്നതായ ഒരു വലിയ സമൂഹത്തിന് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ചിലരൊക്കെ ചില ശൂന്യതകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. തങ്ങളുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടി കൊണ്ടുവന്നത് ദൈവകരങ്ങളിൽ കൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ആധ്യാത്മികതയും നിറവിന്റെ അനുഭവവും ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ ഒരു ആധ്യാത്മിക അനുഭവം, ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നു എന്ന് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ഈ ദേവാലയം ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലവും ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ സാന്നിധ്യമുള്ളൊരു സ്ഥലവുമാണെന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ചില ശൂന്യാവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതം സാധ്യമാകുന്നത് എന്ന്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, വിധവയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ
അവരുടെ ഒരു സാക്ഷ്യത്തെക്കുറിച്ച് ഒരിക്കൽ കേൾക്കുവാനായിട്ട് ഇടയായി. നന്നേ ചെറുപ്പത്തിൽ 2 കുഞ്ഞുമക്കളെയും തന്നെയും തനിച്ചാക്കി ജീവിത പങ്കാളി കടന്നു പോയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ നാൾ വരെയും എൻ്റെ സംരക്ഷണം നടത്തിയിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ജീവിത പങ്കാളി കടന്നു പോകുമ്പോൾ എൻ്റെയും എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം സ്വർഗത്തിൽ ദൈവം ഏറ്റെടുത്തു എന്ന്. പ്രിയമക്കളെ, നാം ഓർക്കണം, നമ്മുടെ സംരക്ഷണം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. നിങ്ങളുടെ ഈ പള്ളി കാണുമ്പോൾ, ഈ മദ്ബഹ കാണുമ്പോൾ നാം ഓർത്തുകൊള്ളണം, ശൂന്യതയിലേക്ക് ഇറക്കിവിടപ്പെട്ട നമ്മളുടെ സംരക്ഷണം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു എന്ന്. അതുകൊണ്ട് അവൻ ഒരു കുറവും നമുക്ക് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഈ 157ാമത്തെ ഇടവക ദിനം നാം ആചരിക്കുമ്പോൾ ആരോടും വെറുപ്പില്ലാതെ ശത്രുവിനെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം നമുക്ക് തരുവാൻ പോകുന്ന അനുഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിട്ട് തീരണം. പ്രിയമുള്ളവരെ, വാക്കുകളെ ഉപസംഹരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളത്, 157 വർഷങ്ങൾ നമ്മൾ നടത്തിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുണ്ട്. ആ പൂർവ്വപിതാക്കന്മാരിൽ പൗരോഹിത്യ ഗണത്തിൽപ്പെടുന്ന നമ്മുടെ മേയിച്ചു ഭരിച്ച നമ്മുടെ ഇടയന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അതിൽ മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കളിൽ അനേകർ ഈ മണ്ണിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പുഞ്ചപ്രദേശത്താൽ നിറഞ്ഞ ഈ സ്ഥലത്ത് ഈ പാടങ്ങളിൽ കൃഷി ചെയ്ത് കിട്ടിയതിൽ നിന്ന് മിച്ചം പിടിച്ചുകൊണ്ടായിരിക്കാം അവരൊരു ആദ്യ ദേവാലയമൊക്കെ പണിതുയർത്തിയത്. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ തണലുകളും അവർക്കൊണ്ടതായ വെയിലിൻ്റെ ഫലമാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ ശുശ്രൂഷിച്ച എല്ലാ പുരോഹിത ശ്രേഷ്ഠരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് മിഖായേൽ മാർ ദിവന്നാസ്യൂസ് തിരുമേനിയും കൂറിലോസ് തിരുമേനിയും ഒക്കെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശ്രേഷ്ഠ പൗലോസ് ദിദിയൻ ബാവായെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനേക വർഷം ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ച മൺമറഞ്ഞു പോയ പിതാക്കന്മാർ, ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത്, എനിക്കൊക്കെ ഓർമ്മയുള്ളൊരു സമയത്ത് ശുശ്രൂഷിച്ച മണ്ണിക്കരോടച്ഛൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അവരെയൊക്കെ ഈ സമയത്ത് കൃതജ്ഞതാപൂർവ്വം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ, ഇടവകയുടേതായ പരിമിതികളിൽ ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും സഹിച്ചുകൊണ്ടാണ് ഈ പുരോഹിത ശ്രേഷ്ഠരൊക്കെ നമ്മളെ നടത്തിയത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും പലരും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇടവക ദിനം പുതിയ ഒരു ആധ്യാത്മികതയെ തേടുവാൻ എന്നൊക്കെ കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരണം. ദേവാലയവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ ഭക്തിയോടും ആദരവോടും ദൈവസാന്നിധ്യബോധത്തോടും കൂടെ ഇവിടേക്ക് വരുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും നമുക്ക് സാധിക്കണം. ഈ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ദേവാലയത്തിൽ വന്ന് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ദേവാലയ സങ്കല്പങ്ങളല്ല, ദൈവത്തിൻ്റെ ദേവാലയ സങ്കല്പങ്ങളാണ് ആരാധനയ്ക്ക് കടന്നു വരുമ്പോഴും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും സാക്ഷാത്കരിക്കപ്പെടേണ്ടത്. അതിലുപരിയായി പൂർവ്വപിതാക്കൾ പഠിപ്പിച്ച ഒരു ആധ്യാത്മികതയെ, ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവം കൂടെ നടക്കുന്ന ഒരു ആധ്യാത്മികത നമ്മുടെ ഈ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ജീവിതത്തിൽ കൂടി സ്വായത്തമാക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. 3, കടന്നു വന്ന വഴികളിൽ തണലായി മാറിയവരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഈ ഇടവക ദിനത്തിൽ എല്ലാ ഇടവക മക്കൾക്കും ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് നിന്ന് അനവരതമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയം ഈ ദേശത്തിനും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഇത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ അദൃശ്യ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവുണ്ടാകുന്ന ഒരിടമാക്കി ഇത് മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്നത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ബലഹീനരായ ഞങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആലയം തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ മഹാവ്യാധിയുടെ കാലത്ത് നിന്റെ ആലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇവിടേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ശലോമോനോട് വാഗ്ദാനം ചെയ്തതുപോലെ വ്യാധികളിൽ നിന്നും വസന്തകളിൽ നിന്നും ഞങ്ങൾക്ക് വലിയ സംരക്ഷണം ലഭിക്കുവാൻ, അവയൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ പ്രാർത്ഥന സഹായകരമായി തീരണമേ. കർത്താവേ, ദേശത്തോടും ലോകത്തോടും അവിടുന്ന് കരുണ ചെയ്യണമെന്ന് ഈ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ നടത്തിയ എല്ലാവരെയും ഈ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓർക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ പുരോഹിതന്മാർ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിൻ്റെ പണിയിൽ സഹകരിച്ചവർ, നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ, കഴിഞ്ഞ 157 വർഷത്തെ ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങൾക്ക് കരുത്തു പകർന്ന് സ്വയം ഉരുകിത്തീർന്നവർ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച കറയില്ലാത്ത, ചുളിവില്ലാത്ത യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ, ബലഹീനരായ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശംഖ് തകർന്നു പോയ നിമിഷങ്ങളുണ്ട്, ശപിച്ചു പോയ നിമിഷങ്ങളുണ്ട്, വെറുപ്പോടും പകയോടും കൂടി പെരുമാറിയ ദിനങ്ങളുണ്ട്. അറിവില്ലാത്ത ഞങ്ങൾ, കൃമികളും കീടങ്ങളുമായ ഞങ്ങൾ അറിവില്ലായ്മയിൽ ചെയ്തതൊക്കെ അപ്പ ഞങ്ങളോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പരിഗണിക്കാതെ, ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ, ഞങ്ങളുടെ ശൂന്യതയുടെ അവസ്ഥയിലും നിറയുന്ന സാന്നിധ്യമായി സ്വർഗത്തിലെ അപ്പ അവിടുന്ന് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങളുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങളെ എത്രമാത്രമാണ് ബലപ്പെടുത്തിയെടുത്തത്. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രത്യാശയോടുകൂടി മുന്നേറുവാൻ അപ്പോൾ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുമ്പോൾ അപ്പ എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാകും. എണ്ണമില്ലാത്ത സ്തോത്രങ്ങളും സ്തുതികളും ഞങ്ങളിതാ ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിധവയുടെ ചില്ലിക്കാശിനെ പോലെ ഞങ്ങളുടെ ഈ കൃതജ്ഞതാ സ്തോത്രത്തെ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ സമയം ഞങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായി കഴിയുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഇതാ ഈ സമയം പരിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടികളെ ഉയർത്തുന്നു. ഞങ്ങളുടെ ദേവാലയവും അതിൻ്റെ പരിശുദ്ധ ബലിപീഠവും ഞങ്ങളിതാ ദൃഷ്ടിയിൽ കാണുന്നു.
ഇതാ ആ ബലിപീഠത്തിങ്കൽ ആഗതനായിരിക്കുന്ന അങ്ങയിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ട്, അങ്ങയുടെ പക്കലേക്ക് ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാവ്യാധി ഞങ്ങളെ വല്ലാതെ ക്ഷയിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങൾക്കും ഞങ്ങളുടെ സമ്പാദ്യങ്ങൾക്കും ഞങ്ങളുടെ കഴിവുകൾക്കും യാതൊരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ ആയിരിക്കുന്നു. ഇതാ സർവ്വലോകവും വലിയ ആശങ്കയിൽ കഴിയുന്നു. തമ്പുരാനെ, ഈ ഇടവക ദിനത്തിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഈ സ്ഥലത്തേക്ക് ദൃഷ്ടി ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും സർവ്വലോകത്തെയും അവിടുന്ന് കാത്തു സംരക്ഷിച്ച് പരിപാലിക്കണമേ. അപ്പോൾ അനേകർ ഞങ്ങളുടെ ഇടവകയിൽ രോഗാവസ്ഥയിൽ കഴിയുന്നു. വാർദ്ധക്യത്തിൽ ബോധം നഷ്ടപ്പെട്ട് ശരീരം ക്ഷീണിച്ച് അനേകർ രോഗകിടക്കയിൽ കഴിയുന്നു. അപ്പം അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവും വിനയവും മനസാന്നിധ്യവും നൽകി ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെ ഇവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, പ്രത്യാശ അവരുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ആരോഗ്യത്തെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക മക്കൾ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. ഭാവി എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെട്ടിരിക്കുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. എല്ലാവരെയും ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തോട് അവിടുന്ന് ഇടപെടണമേ. എൻ്റെ ദൈവം എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഞാനൊന്നിനെയും ഭയപ്പെടുകയില്ല എന്ന് വിശ്വസിച്ചേറ്റു പറയുവാൻ, ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങളുടെ യുവാക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, കുടുംബമായി ഞങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. അവിടുന്ന് പ്രദാനം ചെയ്യുന്നതായ സ്വർഗീയമായ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ഭവനങ്ങളിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവിക സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിൽ കളിയാടുമ്പോൾ ബാക്കിയുള്ള സകല നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പുതിയൊരു ആത്മീയ ദർശനം ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭരണാധികാരികളെ നിന്റെ കരങ്ങളിൽ തരുന്നു. ആരോഗ്യ പ്രവർത്തകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്ന സകലരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവരോടും അപ്പം അവിടുന്ന് കരുണയായിരിക്കണമേ. പരിശുദ്ധ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം യഥാർത്ഥമായ ഒരു ആധ്യാത്മികത ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ സമൃദ്ധിയുടെ നടുവിലും അനുഭവിക്കുവാൻ തക്കവണ്ണം സുറിയാനി ഓർത്തഡോക്സ് സഭയെ അവിടുന്ന് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മുറിവുകളേറ്റ നിന്നെ പിന്തുടരുമ്പോൾ ഞങ്ങളുടെ കയ്യിലും മുറിവുകളുണ്ട്, അത് നിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം അപ്പ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മുറിവുകളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ നൊമ്പരങ്ങളെ ഉത്സവത്തിന്റെ ദിനങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ ആത്മീയമായി നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇടയന്മാരെ ആധ്യാത്മികമായ കൃപകൾ കൊണ്ട്, ആത്മീയ നൽവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോ പുരോഹിത ശ്രേഷ്ഠരെയും അവിടുന്ന് സഹായിക്കണമേ.
കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായി ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം തൊഴിലാളികൾ, സാമ്പത്തികമായി സഹായിച്ചവർ, അവരിൽ പലരും എവിടെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. തമ്പുരാനെ, ഈ ദിവസം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. തമ്പുരാനെ, തുടർന്നും ഉള്ള ഞങ്ങളുടെ ഈ ഇടവകയിലെ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ളതായ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഭിന്നതകൾ മറന്നുകൊണ്ട്, കലഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി ജീവിക്കുവാൻ തക്കവണ്ണം, ഒരപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൽ നിന്ന് പങ്കിട്ടെടുക്കുന്നവരുമാണെന്നുള്ള വലിയ ബോധത്തോടെ, ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ അവിടെ വലിയ ശുഭകാര്യങ്ങൾ സംഭവിക്കുമല്ലോ. അത് ശുഭമായിട്ട് ദൈവമേ അവിടുന്ന് എണ്ണുന്നുവല്ലോ. അത്തരം ശുഭകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഇടവക ജീവിതം മുഖാന്തരമായി സാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയവരെ അവരുടെ പിഴവുകൾ ഓർക്കാതെ വിശുദ്ധന്മാരുടെ ഗണങ്ങളിൽ അവിടുന്ന് ചേർത്ത് കൊള്ളണമേ. യഥാർത്ഥമായ ആശ്വാസവും സന്തോഷവും അബ്രഹാമ്യ മടികളിൽ ആസ്വദിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും ഓർത്തോമാശ്ലീഹായുടെയും കാവലും മധ്യസ്ഥതയും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.